ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും NKNS വ്ലോഗ്സിൻ്റെ എഡ്യൂക്കേഷണൽ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു എഡ്യൂക്കേഷൻ സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ വന്നു. കാരണം ഇടയ്ക്ക് വേറെ കുറച്ച് വീഡിയോസൊക്കെ മോളുടെ കുറേ കോമ്പറ്റീഷൻ്റെയും പെർഫോമൻസിൻ്റെയും ഒക്കെ വീഡിയോ ഇടാനുണ്ടായിരുന്നു. കുറേ ട്രാവൽ വ്ലോഗ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നത്. വീണ്ടും അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സീരീസിലേക്ക് കടക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ്. അത് നമ്മുടെ ക്ലാസ് റൂം ഡയലോഗ്സ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ക്ലാസ് റൂമിൽ പറയാൻ പറ്റുന്ന കുറേ ഡയലോഗ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ? അപ്പോൾ ആഫ്റ്റർനൂൺ സെക്ഷനാണിത്. ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സാധാരണ ഗ്രീറ്റിങ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കുട്ടികൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ടീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പഠിപ്പിച്ച് തീർത്തത്, അല്ലെങ്കിൽ പിള്ളേർ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചറെ ചോദിക്കുന്നതിനുള്ള കുറച്ച് സെൻറ്റൻസസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡു യു റിമെമ്പർ ദിസ്? നമ്മളല്ലെങ്കിൽ ഒരു ബുക്കിലൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്കിത് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാം, ക്യാൻ യു ടെൽ മീ ദിസ് ആൻസർ? നമുക്ക് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ ആൻസർ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പോയം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പറയാൻ പറയുകയോ, അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കുന്നത്. ഡു യു റിമെമ്പർ ദിസ്? ക്യാൻ യു ടെൽ മീ അഞ്ജു? ക്യാൻ എനിവൺ ടെൽ മീ? ഡസ് എനിവൺ നോ ദിസ്? Does anyone know this answer? Don't speak all at once. Speak one at a time. Speak one at a time. Please raise your hands if you know the answer. Basil, answer this question. Speak louder, please. I can't hear you. Please speak up. You are not audible. Did you do your homework? Did everyone do their homework? Who wants to clean the board? Who wants to clean the blackboard? Kiran, please clean the board. ബ്ലാക്ക് ബോർഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ടീച്ചർ ക്ലാസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതായത് ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറയും. ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേജ് നമ്പർ എടുക്കാൻ പറയും. അപ്പോൾ ആ പേജ് നമ്പർ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതിന് പല സെൻറ്റൻസസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. All of you take out your English notebook. All of you take out your English textbook. Please take out your books and turn to page 12. Please take out your books and turn to page 12. Otherwise, please open your book at page 12. Please open your book at page 12. Please open your book to page 12. Please open your book to page 12. Did you understand what I said? Did you understand what I said? Please show me your English notebook. Raise your hand, please don't call out. Raise your hand, please don't call out. Only come forward if I call your name. Only come forward if I call your name. Don't throw pencil shavings onto the ground or onto the floor. പെൻസിൽ ഷേവിങ്സ് ഫ്ലോറിലേക്ക് ഇടരുത്, അതൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ പറയുന്നു. ഈ ക്ലാസ് പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ടീച്ചർ അവരോട് ആ പാസേജ് ഒന്ന് വായിക്കാൻ പറയുകയാണ്. ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിൻ്റെ പാസേജ് ഒന്ന് വായിക്കാൻ പറയുകയാണ്. ലെറ്റ്സ് റീഡ് ദ ലെസൺ. നമുക്ക് ഈ ലെസൺ ഒന്ന് വായിക്കാം. ഹൂ വാണ്ട്സ് ടു റീഡ് ദിസ്? ആർക്കാണ് ഇത് വായിക്കാൻ ഇഷ്ടം? ഹൂ വാണ്ട്സ് ടു റീഡ് ദിസ്? ആർക്കാണ് ഇപ്പോൾ വായിക്കേണ്ടത്? കുട്ടികളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നതാണ്. ഹൂ വാണ്ട്സ് ടു റീഡ് ദിസ്? ഇനി ഒരു കുട്ടി കീഴോട്ട് കുഞ്ഞിരിക്കുക, അവന് വായിക്കേണ്ട. വാട്ട് അബൌട്ട് യു? അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തുകൊണ്ടാണ് വായിക്കാൻ മേലാത്തത്? വാട്ട് അബൌട്ട് യു? നീ ഒന്ന് വായിക്കൂ എന്ന് പറയുകയാണ്. അതിനുശേഷം ആ കുട്ടിയുടെ കഴിയുമ്പോൾ, അമ്മു യു മേ റീഡ്. നിനക്ക് ഒന്ന് വായിക്കാം, നീ ഒന്ന് വായിക്കൂ. റീഡിംഗ് ഒക്കെ കഴിഞ്ഞ് കുറേ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചു കഴിഞ്ഞു.
പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ബാക്ക് സൈഡിൽ ഓരോ ലെസൻ്റെയും അവസാനം എക്സസൈസ് ഉണ്ട്. എക്സസൈസ് ഒക്കെ ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുകയാണ്. ലെറ്റ്സ് ഡു ദ എക്സസൈസ് നമ്പർ 3. ലെറ്റ്സ് ഡു ദ എക്സസൈസ് നമ്പർ 3. നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാം. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ ഒന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. ലെറ്റസിൻ്റെ കൺട്രാക്ഷൻ ആണ്. ലെറ്റസിൻ്റെ ഷോർട്ട് ഫോമാണ് ലെറ്റ്സ് ഡു ദ എക്സസൈസ് നമ്പർ 3. നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം കൂടെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ക്ലാസ് തീർന്നു, അതായത് പഠിപ്പിച്ച് തീർന്നു, ഇനി എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് കുട്ടികളൊന്ന് ഡിസിപ്ലിൻ ഇല്ലാതെ ഷൗട്ടൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാമായിട്ട് ഇരുത്താൻ വേണ്ടി ടീച്ചർ പറയുന്ന സെൻറ്റൻസസ് ആണ്. കീപ് യുവർ വോയിസ് ഡൗൺ. കീപ് യുവർ വോയിസ് ഡൗൺ. നിങ്ങളുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ. നിങ്ങൾ പതുക്കെ വർത്താനം പറഞ്ഞോളൂ, കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഒത്തിരി ഷൗട്ട് ചെയ്യേണ്ട. കീപ് യുവർ വോയിസ് ഡൗൺ. ഡോണ്ട് ബി ടു ലൗഡ്. ഡോണ്ട് ബി ടു ലൗഡ്. ഒത്തിരി സൗണ്ട് വെക്കരുത്, ഒത്തിരി ഒച്ച വെക്കരുത്. ഡോണ്ട് ബി ടു ലൗഡ്. പ്ലീസ് ബി ക്വയറ്റ്. പ്ലീസ് ബി ക്വയറ്റ്. ക്വയറ്റായിട്ടിരിക്കൂ, ഒച്ച വെക്കാതിരിക്കൂ. സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. ടോക്കിംഗ് നിർത്തിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് പേ അറ്റൻഷൻ. ഇനി കുറച്ച് സമയം കൊടുക്കുകയാണ്, ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് കൊടുക്കുകയാണ് ഈ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ പറയുന്നത്. യു ഹാവ് 8 മിനിറ്റ്സ് ടു കംപ്ലീറ്റ് ഇറ്റ്. യു ഹാവ് 8 മിനിറ്റ്സ് ടു ഡു ദ വർക്ക്. അങ്ങനെ എന്തെങ്കിലും സെൻറ്റൻസസ് പറയാം. യു ഹാവ് 8 മിനിറ്റ്സ് ടു ഡു ഇറ്റ്. യു ഹാവ് 8 മിനിറ്റ്സ് ടു വർക്ക് ഇറ്റ്. യു ഹാവ് 8 മിനിറ്റ്സ് ടു എക്സസൈസ് ഇറ്റ്. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ടീച്ചർ ഒരു പോയം പഠിപ്പിച്ചു. ആ പോയം പഠിപ്പിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ബൈഹാർട്ട് ആയിക്കൊണ്ട് വരണം. ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു വിടുകയാണ്. അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. പ്ലീസ് ലേൺ ദ ഫസ്റ്റ് 12 ലൈൻസ് ഓഫ് ദി പോയം ബൈ ഹാർട്ട് വെൻ യു കം നെക്സ്റ്റ് ഡേ. Please learn the first 12 lines of the poem by heart when you come the next day. Listen and repeat after me. Listen the poem and repeat after me. ഓരോ ലൈനായിട്ട് ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്. Listen and repeat after me. നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ഞാൻ ചൊല്ലുന്നത് പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഞാൻ ചൊല്ലുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ടീച്ചർ കുറച്ച് വേർഡ്സ് അതിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ പഠിപ്പിക്കുകയാണ്. ഡു യു നോ ഹൗ ടു സ്പെൽ ഇറ്റ്? ഡു യു നോ ഹൗ ടു സ്പെൽ ഇറ്റ്? ഇതിൻ്റെ സ്പെല്ലിങ് പറയാനറിയാമോ? ഡു യു നോ ഹൗ ടു റൈറ്റ് ഇറ്റ്? നമുക്ക് ഓരോ വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ടീച്ചർ കുട്ടികളെ നോട്ട്ബുക്കിലൊക്കെ എഴുതിപ്പിക്കാറുണ്ട്, അല്ലെ റഫ് ബുക്കിലൊക്കെ എഴുതി പഠിപ്പിക്കാറുണ്ട്, ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിപ്പിക്കാറുണ്ട്. അപ്പം ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്, ഡു യു നോ ഹൗ ടു സ്പെൽ ഇറ്റ്? നിനക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ? സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷനൊക്കെ ഇല്ല, അപ്പോൾ ഓരോ വേർഡ്സിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് ആണ് നമ്മൾ പറയുന്നത് ആ കോമ്പറ്റീഷൻ. അതുപോലെ ക്ലാസ്സിലും സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ നടത്തിക്കാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് പറഞ്ഞ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ റഫ് ബുക്കിൽ എഴുതി പഠിപ്പിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് റൂമിൽ. അപ്പോൾ സ്പെല്ല് ചെയ്യാൻ അറിയാവോ? നിങ്ങൾക്കറിയാവോ എങ്ങനെയാണ് ഈ സ്പെല്ലിങ് പറയാൻ അറിയാമോ? ഓരോ വേർഡ്സ് ചെറിയ ചെറിയ വാക്കുകളുടെയൊക്കെ സ്പെല്ലിങ് പഠിക്കാൻ അന്നേരം തന്നെ ഇരുന്ന് പഠിക്കാൻ കുട്ടികളോട് പറയുകയാണ്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ കുട്ടികൾ എൻ്റെ ഈ പേന ഇല്ല, ഞാൻ ഇന്ന് മറന്നുപോയി, കൊണ്ടുവന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ കുട്ടികളോട് ചോദിക്കണം, ഡോണ്ട് യു ഹാവ് എ പെൻ? എൻ്റെ കയ്യിൽ പേനയൊന്നും ഇല്ലേ? പ്ലീസ് ബോറോ വൺ ഫ്രം യുവർ ഫ്രണ്ട്. പ്ലീസ് ബോറോ വൺ ഫ്രം യുവർ ക്ലാസ്മേറ്റ്. നിനക്ക് ഒരെണ്ണം നിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയുടെ നിന്ന് ഒരു പേന കടം വാങ്ങിച്ച് എഴുതാൻ പറയുകയാണ്. പ്ലീസ് ബോറോ വൺ പെൻ ഫ്രം യുവർ ക്ലാസ്മേറ്റ്. ചില കുട്ടികൾ നോട്ട്ബുക്കും കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. ഡോണ്ട് യു ഹാവ് ദ നോട്ട്ബുക്ക്? ഡോണ്ട് യു ഹാവ് ദ നോട്ട്ബുക്ക്? നിൻ്റെ കയ്യിൽ നോട്ട്ബുക്കും ഇല്ലേ? പേനായും ഇല്ല, നോട്ട്ബുക്കും ഇല്ല, ഒന്നും കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് ചില വിദ്യാർത്ഥിമാർ. അപ്പം ഡോണ്ട് യു ഹാവ് ദ നോട്ട്ബുക്ക്? നിൻ്റെ കയ്യിൽ നോട്ട്ബുക്കും ഇല്ലേ? അപ്പോൾ ഒരു കുട്ടി വേറെ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അവനെ പേന കൊണ്ടുവരാത്തവൻ ചോദിക്കുകയാണ്, ഡു യു ഹാവ് എ പെൻ? എൻ്റെ കയ്യിലൊരു പേന ഉണ്ടോ എനിക്ക് തരാൻ എന്ന് ഒരു കുട്ടിയോട്, അവൻ്റെ ഫ്രണ്ടിനോട് അവൻ ചോദിക്കുന്നു, ഡു യു ഹാവ് എ പെൻ? ഒരു കുട്ടിയോട് ടീച്ചർ പറയുന്നുണ്ട് ബ്ലാക്ക് ബോർഡിൽ വന്ന് എഴുതാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൊണ്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതിപ്പിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ബോർഡിലൊക്കെ വന്ന് എഴുതാനായിട്ട്. അപ്പം കുട്ടികളോട് ബ്ലാക്ക് ബോർഡിൽ വന്ന് എഴുതാൻ പറയുകയാണ്. പ്ലീസ് കം ടു ദ ബ്ലാക്ക് ബോർഡ്. പ്ലീസ് കം ടു ദ ബ്ലാക്ക് ബോർഡ്. പ്ലീസ് റൈറ്റ് ദിസ് ഓൺ ദി ബ്ലാക്ക് ബോർഡ്. പ്ലീസ് റൈറ്റ് ദിസ് ഓൺ ദി ബ്ലാക്ക് ബോർഡ്. ചില സമയത്ത് കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കും, അവർ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുമായിരിക്കും മനസ്സ്. അപ്പം ക്ലാസ്സിലേക്ക് കുട്ടികളെ
ടീച്ചർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചോദിക്കുകയാണ്. അരുൺ ആർ യു വിത്ത് അസ്? അരുൺ ആർ യു വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ, അതോ എങ്ങോട്ടെങ്കിലും പോയോ, മനസ്സുകൊണ്ട് ചിന്തിച്ചോടെ എങ്ങോട്ടെങ്കിലും പോയോ എന്നാണ്. ഫിസിക്കലി അല്ല, മെൻ്റലി നീ എങ്ങോട്ടെങ്കിലും പോയോ, ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കണം. അരുൺ ആർ യു വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ, നീ ക്ലാസ്സിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് ശ്രദ്ധിച്ചിരിക്കാൻ പറയുകയാണ്. അരുൺ സ്റ്റാൻഡ് അപ്പ്, റിപ്പീറ്റ് വാട്ട് ഐ ജസ്റ്റ് സെഡ്. അപ്പോൾ അരുൺ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ കുട്ടികളായിട്ട്. അപ്പം അരുണിൻ്റെ ഒന്ന് പ്ലേസ് മാറ്റിയിരുത്തുക, പരസ്പരം രണ്ട് കുട്ടികളെ തമ്മിൽ പ്ലേസ് മാറ്റിയിരുത്തുകയാണ്. അരുൺ അവിടെ ടോക്കറ്റീവാണ്, അതുകൊണ്ട് അധികം സംസാരിക്കാത്ത വേറെ കുട്ടിയുടെ അടുത്തേക്ക് അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കുട്ടികളെ തമ്മിൽ പ്ലേസ് എക്സ്ചേഞ്ച് ചെയ്ത് ഇരുത്താൻ വേണ്ടിയുള്ള സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. അരുൺ പ്ലീസ് സ്വാപ്പ് പ്ലേസസ് വിത്ത് മനു. അരുൺ പ്ലീസ് സ്വാപ്പ് പ്ലേസസ് വിത്ത് മനു. മനു എന്ന കുട്ടിയായിട്ട് പ്ലേസ് മാറാൻ പറയുക. അതായത് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ദെയർ പ്ലേസസ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറുകയാണ്. അരുൺ മനുവിൻ്റെ പ്ലേസിലേക്കും മനു അരുണിൻ്റെ പ്ലേസിലേക്കും പോവുക. അപ്പോൾ രണ്ടുപേരുടെ അടുത്തിരിക്കുന്ന കുട്ടികൾ മാറുമല്ലോ, അപ്പോൾ അധികം സംസാരിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളെ ടീച്ചർമാർ ക്ലാസ്സിൽ മാറ്റിയിരുത്താറുണ്ട്. അതുകൊണ്ടാണ് അരുൺ പ്ലീസ് സ്വാപ്പ് പ്ലേസസ് വിത്ത് മനു.